പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എങ്ങനെയാണ് നമ്മൾ നഗരത്തിൽ കാണല്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളും പോവാം KSRTC. അപ്പോൾ നമ്മുടെ മണ്ണാർക്കാടിൻ്റെ നഗരസഭ അധികൃതർ ഇതിനൊരു പരിഹാരം കാണാൻ. കാരണം നമ്മൾ ശരിയായാലാണ് നമ്മുടെ നാട് നന്നാവുള്ളൂ. ഞാൻ ശരിയായ അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു പാടത്തുള്ള ഓടിയാനാണ് പണി. ഒരാൾക്കും KSRTC-കാരനും കാറുകാരനും ചെയ്യുന്ന പണിയപ്പോൾ അതാണ്. റോഡിൽ വണ്ടി എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ള വാഹനങ്ങൾ എങ്ങനെ പോകും? അതിനാണ് ഇവിടുത്തെ ആൾക്കാർ ആദ്യം ഒരു നിബന്ധന കൊണ്ടുവരേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്. ഇപ്പോൾ ഒന്ന് വൈകുന്നേരം ആവട്ടെ, എന്നാലേ ഇപ്പോൾ ഒന്ന് ശരിയാവുള്ളൂ. വൈകുന്നേരമാണ് ഇപ്പോൾ ഉഷാറാക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖോദ്വൈരം തരില്ല പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം അറിയോ, ഈ നമ്മൾ ട്രാഫിക്കിനെ സംബന്ധിച്ചിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഈ ബസ്സുകാർ എങ്ങനെയാണ് എന്താ അത് പൊട്ടി ചാടുമോ? അങ്ങനെയാണോ ഒരു ബസ്സിന്റെ ഗിയർ മാറ്റുക? എന്താ ചെയ്യാല്ലേ നമ്മുടെ യോഗം? ഇതിപ്പോ KSRTC ഫാസ്റ്റ് പാസഞ്ചർ ഇന്നോവക്കാരനെ ഫാസ്റ്റ് പാസഞ്ചർ എന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. അപ്പോ പറഞ്ഞു വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എങ്ങനെയാണ് നമ്മൾ നഗരത്തിൽ കാണല്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മളും പോവാം. KSRTC പ്രൈവറ്റ് ബസ്സും നേർക്ക് താഴ്ചു. എന്തൊരു പോക്കിരിത്തരമാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെയാണോ ഡ്രൈവിംഗ് ചെയ്യുക? ഡ്രൈവിംഗ് മെച്യൂരിറ്റി ഇതാണ് KSRTC. അവിടെ പോലീസുകാരുണ്ട് ട്രാഫിക്കിൽ. നോക്കിൽ കണ്ടിട്ടൊന്നുമല്ല, ഞാനൊന്നും അറിയില്ലേ. ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു KSRTC-യുടെ ഞാൻ ഇനി പറഞ്ഞ തന്നെ പറയില്ല. അപ്പോൾ മണ്ണാർക്കാടിന് നല്ല പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ മാറ്റങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നെല്ലിപ്പുഴ തൊട്ടിട്ട് കുന്തിപ്പുഴ വരെ CCTV ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് എന്താണ് ഏതാണെന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. അത് ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുഴുവനായിട്ടും സെറ്റിലായിട്ടില്ല. അപ്പോൾ മുഴുവനായിട്ട് സെറ്റിലായി കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് പോകണം. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം പറയാം. ഇൻഡിക്കേറ്റർ ഇടാതെ വാഹനങ്ങൾ പോവുക, അലക്ഷ്യമായിട്ട് റോങ് സൈഡിൽ നിന്ന് കയറി വരിക, അതേപോലെ ഇതങ്ങനെയുള്ള പാച്ചിൽ. അപ്പോൾ ഇതൊക്കെയാണ് വിട്ടുകൊടുക്കാൻ ആർക്കും തയ്യാറല്ല. എനിക്കാദ്യം മുന്നിൽ പോകണം എന്നുള്ളൊരു ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ എവിടെ നോക്കിയാലും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഉപകാരമില്ലാത്ത ഡ്രൈവിങ് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അത് അപകടം തന്നെയാണ്. അപ്പോൾ ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുഴുവനായിട്ടും മനസ്സിലാക്കി നിരീക്ഷിച്ചിട്ട് വേണം റോഡിലേക്ക് ഇറങ്ങാൻ. കാരണം നിങ്ങളെക്കാളും എക്സ്പീരിയൻസ് അല്ലാത്തവരുണ്ടാവും, എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരും ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണ്ട, അവരിങ്ങോട്ട് വരും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഡ്രൈവിങ് ചെയ്യാൻ. പിന്നെ ഈ ഇവിടുത്തെ ട്രാഫിക്കിൻ്റെ പരിഷ്കാരം എന്താ വെച്ച് കഴിഞ്ഞാൽ ബസ് ആളുകളെ ഇറക്കാനും കയറ്റാനും ആ ലൈനിൻ്റെ അപ്പുറത്തേക്ക് വേണം ഇവർ ശരിക്ക് വാഹനം നിർത്താൻ, ബസ്സുകൾ നിർത്താൻ. അപ്പോൾ പകുതി റോഡിൻ്റെ നടുക്കിൽ വെച്ചിട്ടൊക്കെയാണ് കാണുന്നത്. ഞാൻ കുറേ ഇത് കാണുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ കോഴിക്കോട് റിപ്പോർട്ടർ ചാനലിൽ ഇതേപോലൊരു വാർത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ KSRTC ഉണ്ട്, KSRTCക്ക് അതിന് പങ്കുണ്ട്. അവരെ മാത്രം പറയണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ബാക്കി നമുക്ക് വലിയ പണിയിലാണ്. അപ്പോൾ ഈ കൊടി വെറുതെ അല്ല കേട്ടോ വെക്കുന്നത്. അതായത് ഇവിടെ നല്ല വലിയൊരു കൊടിയുണ്ട്. അപ്പോൾ ഈ കൊടിയിൽ ഏതെങ്കിലും ഒരു വാഹനം പെട്ടിട്ട് പ്രതിഷേധമല്ലല്ലോ, പ്രതിഷേധമാണോ? അല്ല, ഇന്നലെ കാണാൻ തുടങ്ങിയ കൊടിയാണ്.
അപ്പോൾ നമ്മുടെ മണ്ണാർക്കാട് നഗരസഭ അധികൃതർ ഇതിനൊരു പരിഹാരം കാണണം. കാരണം ഇവിടെ റോഡ് പൊളിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തായാലും ഇതിനൊരു പരിഹാരം കാണണം. ഇതിപ്പോൾ അങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാവുക? ഞാൻ കുറേ ദിവസം ഈ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കേൾക്കാതിരുന്നു. അതുകൊണ്ട് കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ മുഴുവനായിട്ടും നെഗറ്റീവാണ്. ഇങ്ങനെ പോയാൽ നമ്മുടെ വാർത്താ ചാനലുകാരെ നമുക്കൊന്ന് ശരിയാക്കേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനെ നെഗറ്റീവ് പരമായിട്ടുള്ള വാർത്തകൾ മാത്രമാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് എനിക്ക് അറിയാത്തത്. നെഗറ്റീവ് കണ്ട് ആൾക്കാർക്ക് എന്തോ പോലെയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മാറ്റം എന്തായാലും നമ്മൾ വരുത്താണ്ട്. പിന്നെ ചെറുതുള്ളവർ കയറിപ്പോയിക്കോട്ടെ, അല്ലാതെ എന്താ നമ്മൾ പറയാം. മുന്നിലും ലോഡ് വണ്ടി, ബാക്കിലും ലോഡ് വണ്ടിയാണ്. അപ്പോൾ മെല്ലെ പോവാം. പരമാവധി നിങ്ങൾ മെല്ലെ പോവാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ. എന്താ ഈ വേഗത്തിൽ പോയാലേ നമുക്ക് ഒന്നും കിട്ടില്ല. നമ്മളെ തിരിച്ചറിയാനും കൂടി പറ്റില്ല. പ്രത്യേകിച്ച് ഈ നഗരത്തിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോൾ പിന്നെ ഒരു 35 സ്പീഡിന് താഴെ 20-25 പോവുകയാണ് ഏറ്റവും നല്ലത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ നഗരത്തെ കുറിച്ചിട്ട് ഉള്ള ട്രാഫിക്കിൻ്റെ ഓരോ കാര്യങ്ങൾ അറിയാൻ കഴിയുകയും ചെയ്യും, മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ആ നഗരത്തിലൂടെ വരുമ്പോൾ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, ഓരോ റോഡിൻ്റെ ഡ്രൈവിംഗ് രീതി ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ച് നല്ല എക്സ്പീരിയൻസ് കൂടി ഓരോ നഗരത്തിലും നിങ്ങൾക്ക് കിട്ടും. കിട്ടിയ ഊട്ടി ഇല്ലേ ചാറ്റി അത്രേ ഉള്ളൂ.